അപ്പോൾ ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന പോസ്റ്റ് ചെയ്യുന്ന സമയത്തോട്ട് തന്നെ എനിക്ക് വരുന്ന ഡേ ബൈ ഡേ കിട്ടുന്ന മെസ്സേജസ് ആണ്. ഞാൻ എങ്ങനെയാണ് ഈ ജോബിലോട്ട് കയറിയത്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ ഏത് ഏവിയേഷൻ കോഴ്സാണ് പഠിച്ചത്, എവിടെ നിന്നാണ് പഠിച്ചത്, അങ്ങനെ തുടങ്ങി കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ മാക്സിമം DMസിൽ ഞാൻ തന്നെ റിപ്ലൈസൊക്കെ കൊടുത്ത് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വീഡിയോ അബൌട്ട് റിഗാർഡിങ് ദിസ് പോയിന്റ്. അപ്പം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ കുറേ പേർക്ക് ഹെൽപ്ഫുള്ളാകും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരു ഏവിയേഷൻ കോഴ്സും പഠിച്ചിട്ടില്ല, എനിക്കൊരു ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഓക്കെ, അപ്പം എവിടുന്ന് പഠിച്ചെന്നുള്ളതിന് പ്രസക്തി ഇല്ലല്ലോ. ഞാൻ ഒരു എയർലൈൻ സ്റ്റാഫാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു എയർലൈൻ സ്റ്റാഫല്ല, നമ്മൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയാണ്, GHA ആണ്. അപ്പം നമുക്ക് തന്നെ കുറച്ച് ഫ്ലൈറ്റ്സ് ഹാൻഡ്ലിംഗ് ഉണ്ടാകും. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോബിന് ജോയിൻ ചെയ്തത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ആ ടൈമിൽ നമുക്കൊരു 6-7 ഫ്ലൈറ്റ് എങ്ങാനും ഉണ്ടായിരുന്നു. ഖത്തർ ഉണ്ടായിരുന്നു, അതുപോലെ സലാം, ഒമാൻ, ഗൾഫ് എയർ, ഫ്ലൈ ദുബായ്, അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇത്രയും ഫ്ലൈറ്റ്സ് ആ ടൈമിൽ ഹാൻഡ്ലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം ഗൾഫ് എയറും എയർ ഇന്ത്യയും ഇല്ല, അവിടെ കാലിക്കറ്റില്ല. ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് കണ്ണൂർ എയർപോർട്ടിലാണ്. ഇവിടെ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും അതുപോലെ ഇൻഡിഗോ ആണ്, ഈ 2 ഫ്ലൈറ്റ്സ് മാത്രമേ ഈ ഒരു കറണ്ട് എയർപോർട്ടിലുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇൻ്റർവ്യൂ പ്രൊസീജിയേഴ്സും അതിൻ്റെ എന്തൊക്കെയാണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ 2023 ഡിസംബർ ലാസ്റ്റ് വീക്കിലായിരുന്നു ഈ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. 2 പൊസിഷനിലോട്ടാണ് ഇൻ്റർവ്യൂ ഓപ്പൺ ചെയ്തത്. ഒന്ന് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആൻഡ് ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. സീനിയറിലോട്ട് അവർ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചത് ഡിഗ്രിയാണ്, ജൂനിയർ +2 ആണ്. ഡിഗ്രി എനി ഡിഗ്രിയാണ്, ഏവിയേഷൻ റിലേറ്റഡ് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏവിയേഷൻ റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബോണസ് പോയിന്റ്സ് ആണ്, അത് വിചാരിച്ച് ജോബ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, അത് ബോണസ് ആണ്. ഇത് മാൻഡേറ്ററി ആണ്, +2 ഡിഗ്രി. അതിൻ്റെ കൂടെ നമ്മുടെ ബേസിക് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഒരു ATS ഫ്രണ്ട്ലി CV. ATS ഫ്രണ്ട്ലി CV ഒരു മെയിൻ ഫാക്ടറാണ്. ഇപ്പം ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ ഒറിജിനലും വെക്കണം, കോപ്പീസ് അവിടെ സബ്മിറ്റ് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ. അതിൻ്റെ കൂടെ നമുക്കൊരു 500 DDയും കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി ബാങ്ക് ത്രൂ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് നമ്മുടെ കയ്യിൽ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ അവർ അതിൻ്റെ ഉള്ളിലോട്ട് അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കുണ്ടായിരുന്നത് ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നോക്കും, കോപ്പീസ് അവരുടെ കയ്യിൽ വെക്കും, ഒറിജിനൽ നമുക്ക് റിട്ടേൺ തരും. അതിനുശേഷം അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഇൻ്റർവ്യൂ ഹാളിലോട്ട് അവർ കയറ്റും. 3 സെഷൻസ് ആയിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒന്ന് GD, പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, അതുപോലെ ഒരു ഗൂഗിൾ മീറ്റ്. ഇതായിരുന്നു എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് GD ആണ്, എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഒരു 10-15 പേരെ ഒരുമിച്ച് നിർത്തിയിട്ട് നമുക്കൊരു ടോപ്പിക്ക് തരും. അതിനെക്കുറിച്ചൊരു 2 മിനിറ്റ്സ് എങ്ങാനും ഇംഗ്ലീഷിൽ സംസാരിക്കാം. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് ഇൻ്റർവ്യൂ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ ഇംഗ്ലീഷിലാണ്. അതിൽ 2 മിനിറ്റ്സ് അവർ പറയുന്ന അത്രയും സംസാരിക്കും. കഴിഞ്ഞിട്ട് GD കഴിഞ്ഞിട്ട് പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത ആൾക്കാർ പേഴ്സണൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് വീണ്ടും ഫിൽറ്റർ ചെയ്ത ആൾക്കാരാണ് ലാസ്റ്റ് ഒരു ഗൂഗിൾ മീറ്റിലോട്ട് ഉണ്ടാവുക. 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കയറിയപ്പോഴാണ് അറിഞ്ഞത് 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരും ഉണ്ട്. രാവിലെ 9 മണിക്ക് കയറി ഞാൻ ഇറങ്ങുന്നത് രാത്രി 10:30 എങ്ങാനും കഴിഞ്ഞിട്ടാണ്. അത്രയും പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 1500 അടുത്തെങ്ങാനും ഉണ്ടായിരുന്നു ഈ ഒരു 31 വാക്കൻസിയിലോട്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ്. നമ്മുടെ കമ്പനിക്ക് പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കമ്പനി ഹാഫ് ടാറ്റ ആൻഡ് ഹാഫ് ഗവൺമെൻറ് ആണ്. കാലിക്കറ്റിലോട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിലോട്ട് 500 DD അടിച്ചു. ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു. GD കഴിഞ്ഞു, അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ഗൂഗിൾ മീറ്റ് ആണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടാവില്ലേ, അവർ വെച്ചിട്ടൊരു 4-5 പേര് വെച്ചിട്ടായിരുന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത്. പലരും പല രീതിയിലാണ് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവുക. എന്നുവെച്ചാൽ ചോദിക്കുന്നത് പല രീതിയിലാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ആദ്യം ഒരു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരോട് ഓരോ രീതിയിലാണ് ചോദിക്കുക. എന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് നിന്നെ ചൂസ് ചെയ്യണം, അതുപോലെ എന്തുകൊണ്ട് ഈ ഒരു കമ്പനി, അതുപോലെ കുറച്ച് എയർപോർട്ടിൻ്റെ കോഡ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് ആകുമ്പോൾ CCJ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു കോഡാണ് എന്നോട് ചോദിച്ചത്. 2-3 ചോദിച്ചു. ബാക്കി പിന്നെ ഒരു യൂഷ്വൽ ടോക്സ് ആയിരുന്നു. എന്തൊക്കെയാണ് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നു അവർ നോക്കുന്നത്. രാവിലെ 9 മണിക്ക് കയറി ഞാൻ ഇറങ്ങുന്നത് രാത്രി 10:30 എങ്ങാനും കഴിഞ്ഞിട്ടാണ്. അത്രയും പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 1500 അടുത്തെങ്ങാനും ഉണ്ടായിരുന്നു ഈ ഒരു 31 വാക്കൻസിയിലോട്ട്. ഇത്രയും പേരെ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടാണ് ഓരോ സെഷൻസും കഴിയുന്നത്. ഇത്രയും ആണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞൊരു 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക്
എയർപോർട്ടിൽ നിന്നൊരു കോൾ വന്നു, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിലോട്ട് പോയി. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്യും, കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്കൊരു മെഡിക്കൽ ചെയ്യാനും, മെഡിക്കൽ ചെക്ക് ഓക്കെ ആണെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. മെഡിക്കൽ ചെക്കപ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് മെഡിക്കൽ വേണം, അതിൻ്റെ കൂടെ ഒരു PCC വേണം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോബിന് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ജോബിലോട്ട് കയറാൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാനാണ് അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ. എനിക്ക് ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, ഫസ്റ്റ് ജോബ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഹിജാബ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് ഹിജാബ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോ കമ്പനിക്കും ഓരോ എയർലൈനും അതിൻ്റേതായിട്ടുള്ള ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഷോൾഡർ ലെങ്ത്തിൽ ഹെയർ കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ബൺ ചെയ്യണം. അതുപോലെ മേക്കപ്പ്, ഒന്നില്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ബ്രൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് എയർപോർട്ടിലൊക്കെ ജോബ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.